നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് TCS, അതിനെ കുറിച്ചിട്ടാണ്. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TCS എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഒരു 10 crores ആനുവൽ ഇൻകം ഉള്ള ഒരു സെല്ലറിനാണ് ഈ TCS ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഇവരാണ് ഗവൺമെൻറ്റിന് TCS അടയ്ക്കേണ്ടത്. അപ്പോൾ ഇവരുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും 50 lakhs എബോവ് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് റെസിപ്റ്റ് വരികയാണെങ്കിൽ, ആ ഒരു ബയ്യറിൻ്റെ കയ്യിൽ നിന്നും സെല്ലർ വന്നിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു തുക ഈടാക്കിയിട്ട് ആ ഒരു തുകയാണ് നമ്മൾ ഗവൺമെൻറ്റിൽ കൊണ്ടുപോയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. TCS എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് കമ്പനി ഫീച്ചേഴ്സിൽ പോവാം. F11 പ്രസ് ചെയ്യാം. ഇതിനകത്ത് എനേബിൾ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് TCS എസ് ആക്കി കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ പറയുന്നത് നമ്മൾ ഗവൺമെൻറ്റിൽ TCS രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പറാണ്. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ടാൻ നമ്പർ പറയുന്നതും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പറാണ്. അതും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ആദ്യത്തെ 4 ഡിജിറ്റ് പറയുന്നത് ആൽഫബറ്റും, പിന്നത്തെ 5 ഡിജിറ്റ് പറയുന്നത് നമ്പേഴ്സും, പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു ആൽഫബറ്റാണ്. ആ ഒരു ഓർഡറിലാണ് അത് കൊടുക്കേണ്ടത്. കളക്ടർ ടൈപ്പ് വന്നിട്ട് കമ്പനി ആണെങ്കിൽ കമ്പനി, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യാം. അതുപോലെ കളക്ടർ ബ്രാഞ്ചോ ഡിവിഷൻ പറയുന്നത് ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ച് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഈ TCS ഹാൻഡിൽ ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് TCSന് എനേബിൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് പറയുന്നത് TCS നേച്ചർ ഓഫ് ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റിനകത്ത് TCS നേച്ചർ ഓഫ് ഗുഡ്സ് സെലക്ട് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ TCS നേച്ചർ ഓഫ് ഗുഡ്സിൻ്റെ ക്രിയേഷൻ പേജ്. ഇതിനകത്ത് അതിൻ്റെ നെയിം കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു TCS പറയുന്നത്, നമ്മൾ TCS പൊതുവെ വാങ്ങിക്കുന്നത് ലിക്കർ, ടിമ്പർ, സ്ക്രാപ്പ് പോലുള്ള സാധനങ്ങളുടെ മേലെയാണ്. അപ്പോൾ ഞാനിവിടെ ലിക്കറിൻ്റെ മേലെയാണ് TCS അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നെയിം നമുക്ക് അത് തന്നെ കൊടുക്കാം. ലിക്കർ എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സെക്ഷൻ ID പറയുന്നത് 206C ആണ്. അത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയും. അതവിടെ കൊടുക്കാം. അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് കോഡ് 6CA അങ്ങനെ എന്തോ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യാം. 6CA കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. ഇനി നമ്മൾ പാൻ കാർഡ് ഉള്ളവർക്ക് 1%, അതുപോലെ പാൻ കാർഡ് ഇല്ലാത്തവർക്ക് 2% ടാക്സ് TCS ടാക്സ് ഈടാക്കുന്നത്. അപ്പോൾ അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിത്ത് പാൻ്റെ അവിടെ 1%, വിത്തൗട്ട് പാൻ്റെ അവിടെ 2%. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ത്രഷോൾഡ് ലിമിറ്റ് കൊടുക്കാം. അത് നമ്മുടെ 50 lakhs ആണ്. 50 lakhs എബോവ് ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ നിന്നും TCS ഈടാക്കണം. അത് TCS വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടാലി പ്രൈമിനകത്ത് വരുന്നതാണ് TCS എമൗണ്ട്. എന്നാലും നമുക്കിവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റർ അടിക്കാം. വെച്ചിട്ട് സേവ് ചെയ്യാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സെയിൽസ് ലെഡ്ജറിനകത്ത് TCS ആപ്ലിക്കബിൾ ആക്കണം. അതുപോലെ തന്നെ TCS പറഞ്ഞൊരു ലെഡ്ജറും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാം. ഞാനിവിടെ TCS പറഞ്ഞ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. TCS നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലിക്കർ, ടിമ്പർ, സ്ക്രാപ്പ്, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ മേലെയാണ്. അപ്പോൾ ഞാനിവിടെ ലിക്കറിൻ്റെ മേലെയാണ് TCS കൊടുക്കാൻ പോകുന്നത്.
അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ TCS ഓൺ ലിക്കർ എന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. അണ്ടർ പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് തന്നെയാണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി പറയുന്നത് TCS സെലക്ട് ചെയ്യാം. നേച്ചർ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ കോൺട്രാക്ട് ലൈസൻസ് ലീസി പറയുന്നത് നമ്മൾ നേരത്തെ ലിക്കർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേച്ചർ ഓഫ് ഗുഡ്സ് പറഞ്ഞിട്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ TCSൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ സെയിൽസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ TCS സെയിൽസ് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെറും സെയിൽസ് പറഞ്ഞിട്ട് കൊടുത്താലും മതി. എൻ്റർ അടിക്കാം. സെയിൽസ് അണ്ടർ പറയുന്നത് സെയിൽസ് അക്കൗണ്ട്സിൻ്റെ അണ്ടറിലാണ് വരിക. ഒരു ടൈപ്പ് ഓഫ് ലെഡ്ജർ അവിടെ നിന്ന് കൊടുക്കണ്ട. ഈസ് TCS അപ്ലിക്കബിൾ എന്ന് ഇവിടെ ചോദിക്കുമ്പോൾ ഇതിനകത്ത് അപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. നേച്ചർ ഓഫ് ഗുഡ്സ് പറയുന്നത് ലിക്കറിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിൽസ് ലെഡ്ജറും അതുപോലെ തന്നെ TCSൻ്റെ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആരുടെ നിന്നാണോ TCS വാങ്ങിക്കുന്നത് അയാളുടെ ഒരു ലെഡ്ജറും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ABC Co Limited എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ നിന്നും ക്യാഷ് വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൺഡ്രൈ ഡെപ്റ്റർ ആയിട്ടാണ് വരിക. സൺഡ്രൈ ഡെപ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്രൈസിങ് ലെവലൊന്നും കൊടുക്കണ്ട. TDS ഞാൻ കൊടുക്കുന്നത് TCS അപ്ലിക്കബിൾ യെസ് എന്ന് കൊടുക്കാം. ഇതിൻ്റെ ബയ്യർ അല്ലെങ്കിൽ ലീസി ടൈപ്പ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കമ്പനി റെസിഡൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ട ലെഡ്ജേഴ്സൊക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ അടിക്കാൻ പോകുന്നത് വൗച്ചേഴ്സാണ്. TCSൻ്റെ വൗച്ചേഴ്സൊക്കെ നമ്മൾ സെയിൽസിനകത്താണ് അടിക്കാം. അപ്പോൾ ആ ഒരു എൻട്രി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ വൗച്ചേഴ്സിനകത്ത് സെയിൽസ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് സെയിൽസ് കൊടുക്കാം, നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. ഇവിടെ പാർട്ടിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാർട്ടി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ABC Co Limited പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡെലിവറി നോട്ട്സ് ഒക്കെ കൊടുക്കാം. പാർട്ടി ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് സെയിൽസ് ലെഡ്ജറാണ്. ഞാനിവിടെ TCL സെയിൽസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ ഐറ്റമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ലിക്കർ പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗോഡൗൺ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ ചെയ്തിട്ട് ചെയ്യാം. ക്വാണ്ടിറ്റി വന്നിട്ട് ഒരു 1000 കൊടുക്കാം. എൻ്റർ അടിക്കാം. റേറ്റ് വന്നിട്ട് 12,000 കൊടുക്കാം. എൻ്റർ അടിക്കാം. എൻഡ് ഓഫ് ലിസ്റ്റ് വെക്കാം. നമ്മൾ ലിക്കറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. നെക്സ്റ്റ് ഒരു എൻട്രും കൂടി അടിച്ചിട്ട് ഇവിടെ TCS സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ TCS ഓൺ ലിക്കറിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ TCS ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ എമൗണ്ടിൻ്റെ 1% ഇവിടെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇത് പാൻ ഉള്ളവർക്കാണെങ്കിൽ 1%, പാൻ ഇല്ലാത്തവർക്ക് വന്നിട്ട് 2% ആണ് എടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കാം. നറേഷൻ വേണമെങ്കിൽ കൊടുക്കാം. എൻ്റർ അടിക്കാം. സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ TCS ഉള്ള ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് TCS ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട്സ് എങ്ങനെ വ്യൂ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്യാം. അതിനകത്ത് സ്റ്റാറ്റുറ്ററി റിപ്പോർട്ട് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് TCS റിപ്പോർട്ട്സ് പറഞ്ഞ ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യാം. ഇവിടെ TCS ഔട്ട്സ്റ്റാൻഡിങ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ലിക്കർ പറഞ്ഞ ആ ഒരു ഐറ്റത്തിൻ്റെ TCS ആയിട്ടുള്ള 1,40,000 നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൗച്ചേഴ്സിൽ പോവാം, പേയ്മെൻ്റ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ പേ ചെയ്യാൻ പോകുന്നത്? TCS ഓൺ ലിക്കറാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം.
എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിച്ച സെയിലിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു എൻട്രി നമുക്കിവിടെ കാണാൻ കഴിയും. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡീഫോൾട്ടായിട്ട് വരും. ഇതിനകത്ത് എൻട്രി കൊടുത്തിട്ട് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. ജസ്റ്റ് എൻട്രി കൊടുക്കാം. നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ ക്യാഷ് എടുക്കാം, അല്ലെങ്കിൽ ബാങ്ക് വഴിയാണ് കിട്ടുന്നതെങ്കിൽ ബാങ്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാഷ് എന്ന് കൊടുക്കുന്നുണ്ട്. നെഗറ്റീവ് ക്യാഷ് അടിക്കും, നമ്മുടെ ക്യാഷ് കയ്യിലില്ലാത്തതാണ്. അപ്പോൾ അത് നറേഷൻ ഉണ്ടെങ്കിൽ നറേഷൻ കൊടുക്കാം, എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഇവിടെ നടത്തി കഴിഞ്ഞു. ഇനി ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ടിൽ പോയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും TCS ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഫയലിനകത്ത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്, സ്റ്റാറ്ററി റിപ്പോർട്ട്സ്, TCS റിപ്പോർട്ട്സ്, TCS ഔട്ട്സ്റ്റാൻഡിങ് ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് TCS ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എൻട്രിയും ഇല്ല. അപ്പം ഇങ്ങനെയാണ് TCS സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.